ഐതിഹാസിക അടൂർ കുന്നിട കൊയ്ത്തു സമരത്തിന് 50 ആണ്ട്. 1975 ഫെബ്രുവരി 13 കുന്നിടയിൽ ആരംഭിച്ച കൊയ്ത്തു സമരം കർഷക തൊഴിലാളികളുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിൽ സുപ്രധാന പങ്കാണ് വഹിച്ചത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി സിന്ദാബാദ്, CPIM സിന്ദാബാദ്, ചെങ്കൊടിയാണെ കട്ടായം ഈ കിന്നരം ഞങ്ങൾ കൊയ്തിരിക്കും. 80 വയസ്സ് പിന്നിട്ടപ്പോഴും ഗോപാലകൃഷ്ണൻ മുദ്രാവാക്യങ്ങൾ മറക്കുന്നില്ല. 90-ാം വയസ്സിലും കൃത്യമായി ഓർത്തെടുക്കുകയാണ് കൊടിയ മർദ്ദനത്തിന്റെ കഥ കുഞ്ഞച്ചൻ. അവരെന്നെ അവിടുന്ന് വലിച്ച് അങ്ങ് കൊണ്ടുപോയി, പുരയിടത്തിലോട്ട് കൊണ്ടുപോയിട്ട് അവിടെ ചവിട്ടുകയും തൊഴിക്കുകയും ഒക്കെ ചെയ്ത് കഴിഞ്ഞ് ഞാൻ ചത്തെന്ന് വിചാരിച്ചപ്പോൾ അവരെന്നെ കയ്യും കാലും കൂട്ടിക്കെട്ടി. കൊയ്ത്ത് സമരത്തിലെ വിപ്ലവ പോരാളികൾക്ക് 50 വർഷം പിന്നിടുമ്പോഴും പോരാട്ട വീര്യത്തിന് ഒട്ടും കുറവില്ല. കൂലി വർധനവ് ആവശ്യപ്പെട്ടായിരുന്നു കൊയ്ത്ത് സമരം ആരംഭിച്ചത്. 1975-ലാണ് കർഷക തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിൽ അവിടെ തൊഴിലാളികളെ സംഘടിപ്പിച്ചുകൊണ്ട് തൊഴിലാളികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി ഉള്ള സമരം ആരംഭിച്ചു. അവർ 7-1 പദം വേണം, കച്ചി കെട്ടുന്നതിന് കൂലി വേണം തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ട് സമരരംഗത്ത് വന്നു. കുന്നിട കൊയ്ത്ത് സമരം പ്രദേശത്ത് തുടർ സമരങ്ങൾക്ക് വഴിവെച്ചു. കർഷകർക്ക് മാന്യമായ പ്രതിഫലം സമരത്തോടുകൂടി ലഭിച്ചു തുടങ്ങി. അതേ തുടർന്ന് ആ പഞ്ചായത്തിലാകെ കർഷക തൊഴിലാളികൾ സമരം ആരംഭിച്ചു. ബാരൂരും ഇളവണ്ണൂരും ആ പഞ്ചായത്തിലാകെ വലിയ സമരമായിരുന്നു ഈ തൊഴിലാളികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി. കർഷക തൊഴിലാളി മേഖലയിലെ തൊഴിലാളികൾ നടത്തിയ സമരത്തിന്റെ ഫലമായി അവർക്ക് മാന്യമായ കൂലിയും അതുപോലെ ജമ്മിമാരുടെ മാടമ്പത്വമൊക്കെ അവസാനിപ്പിക്കാനും അതിലൂടെ അവിടെ CPM ശക്തമായി. അതിനുശേഷം നടന്ന 79 പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് അവിടെ പഞ്ചായത്ത് ഭരണം കിട്ടുന്നതിനും ഈ സമരങ്ങൾ സഹായിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് കേരളം ഇന്ന് കാണുന്ന കേരളമായി മാറിയത്? അത് 47 കേരളത്തിലെ സമരങ്ങൾ ഇല്ലാതാകുകയല്ല, പകരം അതിന് തുടർച്ചയായി CPIM-ഉം ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളൊക്കെ നടത്തിയ പോരാട്ടങ്ങളുടെ ചരിത്രം പുതുതലമുറയ്ക്ക് അത് പഠിക്കേണ്ടത് കൂടിയാണ്. അടൂരിൽ നിന്ന് കൈരളി ന്യൂസിനു വേണ്ടി ക്യാമറമാൻ അഖിലേഷ് കൊടുമണ്ടൊപ്പം സുജു ടി ബാബു,